മാർച്ചാണ് സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഇതുവഴി കടന്നു വരുന്നത്. ആനാവൂരും മത്സര പ്രദേശം നാം ഗുരുക്കളമാക്കി മാറ്റിക്കൊണ്ട് ആനാവൂരിനകത്തിന്റെ നേതൃത്വത്തിലുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടാവിളയാട്ടം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിന് ഒത്താശ ചെയ്യുന്ന പോലീസുകാരന്മാർ വീരവാദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ പോലീസ് സ്റ്റേഷൻ മാർച്ചാണ് ഇതുവഴി കടന്നു വരുന്നത്. കഴിഞ്ഞ കുറെ വർഷക്കാലമായി ആനാവൂരിനെയും പരിസര പ്രദേശങ്ങളിൽ ഉണക്കളമാക്കി മാറ്റുന്ന മാർക്സിസ്റ്റുകാരന്മാരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഒന്നരുടെ കണ്ട വ്യവസ്ഥാപകർക്ക് ശ്രീ വിനോദിനെ വീട്ടിൽക്കാരെ അമ്മമാരുടെ മുമ്പിൽ വെച്ച് വിട്ട് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ യൂണിവേഴ്സിറ്റി അവരെ ഞങ്ങൾ മാനിക്കും, നിയമം ഞങ്ങൾ പാലിക്കും. കാക്കിക്കൊള്ളിൽ നടപ്പനെങ്കിൽ പാടാപ്പില്ലേ പോലീസ് വിരട്ട് കൊണ്ടും ഭീഷണി കൊണ്ടും അടിച്ചമർത്താൻ നോക്കരുത്. അജയ്യമാണ് പ്രസ്ഥാനം, ഒന്നാമതൊരു പ്രസ്ഥാനം. അതിന്റെ RSS സംഘവും BJP-യും മറ്റു പരിവാർ സംഘടനകളും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. മാർക്സിസ്റ്റ് മാടമ്പി തരത്തിന് മുന്നിൽ മുട്ടുമടക്കുന്ന പ്രസ്ഥാനമല്ല ഈ സംഘപ്രസ്ഥാനം. ഞങ്ങൾ ഈ കേരളത്തിന്റെ തെരുവീതികളിൽ ഈ പ്രവർത്തനം ആരംഭിച്ച നാൾ മുതൽ
ഒരു അധികാര പ്രസ്ഥാനത്തിന്റെയും തണലില്ലാതെ, ഒത്താശയില്ലാതെ, ആൾബലമില്ലാതെ ഞങ്ങൾ ഈ മാർക്സിസ്റ്റ് പാർട്ടിയോട് ഇഞ്ചോടിഞ്ച് പൊരുതി തന്നെയാണ് ഇതുവരെ എത്തിയത്. മാർക്സിസ്റ്റുകാരെ ആക്രമിച്ചതിന് പരാതി പറയാനോ അവനെ പേടിച്ചിട്ടല്ല ഞങ്ങൾ അവനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത്. ഇവിടെ കൊണ്ടു നിർത്തിയാലും സാധിക്കില്ല എന്ന് ഇവിടുത്തെ ഡിവൈഎസ്പിയെ ഓർമ്മിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി എന്ന നിലയിൽ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാവുകയാണ്. ഞങ്ങൾ ഇവിടുത്തെ എസ്പിയോട് പറഞ്ഞു, ഐജിയോട് പറഞ്ഞു, DGPയോട് പറഞ്ഞു, ഇവിടെ സമാധാനം ഉണ്ടാക്കണം. മാർക്സിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നത് കൊലപാതകമാണ്. മാർക്സിസ്റ്റ് പാർട്ടി ആനാവൂരിൽ ആഗ്രഹിക്കുന്നത് ഒരു രക്തസാക്ഷിയെ ഉണ്ടാക്കാനാണ്. മാർക്സിസ്റ്റ് പാർട്ടി അരിവാൾ ചുറ്റിക നക്ഷത്രം കൊടുത്ത് സഖാക്കന്മാരെ പറഞ്ഞുവിടുന്നത് രക്തസാക്ഷിയെ ഉണ്ടാക്കാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ഗ്രൂപ്പ് മത്സരത്തിന്റെ ഭാഗമായിട്ടാണ്. MLA-യും ആനാവൂർ നാഗപ്പനും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ സമാധാനം നിലനിർത്തണമെങ്കിൽ ഞങ്ങളുടെ വിനോദിനെ ആക്രമിച്ച അക്രമകാരികളെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞങ്ങൾ പോലീസിനോട് ആവശ്യപ്പെട്ടത്. അണികളോടും നേതാക്കളോടും ഒരേ മനോഭാവം വെച്ച് പുലർത്തി എല്ലാവരോടും സൗഹൃദമുള്ള ആളാണ്. ആ വിനോദിനെ ഏതൊരു കാരണവുമില്ലാതെ ഇത്രയും നിഷ്ഠൂരമായിട്ട് ആക്രമിച്ചിട്ട് അതിനെതിരെ ചെറുവിന് നനയ്ക്കാൻ പറ്റാത്ത ഈ പോലീസ് സംവിധാനം, ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളും നാട്ടുകാരും ഇതൊന്ന് തിരിച്ചറിയണം. ഈ പോലീസ് കാണിക്കുന്ന ഇരട്ടത്താപ്പ്, ഈ നേരെ മറിച്ച് RSSന്റെ ഭാഗത്താണ് ഇത് സംഭവം നടന്നെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തൊരു വീര്യമാണ്, എന്തൊരു ശൗര്യമാണ്. പിന്നെ പോലീസിന് തച്ചോളി ഉദയനം പറക്കുന്നത് പോലെയാണ് മതിലിന്റെ മുകളിലൂടെ പറക്കുന്നത്. ഏതൊരു RSSന്റെ വീട്ടിൽ ചവിട്ടി കയറാനൊന്നും ഒരു മടിയില്ലാത്ത ഈ പോലീസ് ഉദ്യോഗസ്ഥർ. അപ്പൊ വീട് കയറാനും ചവിട്ടാനും വാതിൽ ചവിട്ടാനും ചീത്ത വിളിക്കാനും ഒക്കെ ഇവരൊക്കെ അറിയാം. പക്ഷെ അത് CPM ഒഴികെയുള്ള സംഘടനയാകണം, ആ ശൂരത്വവും ഈ വീര്യവും ഒക്കെ. അപ്പൊ അത് ഈ ക്രൂരകൃത്യത്തിനെതിരെ ശക്തമായ നടപടി ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്വീകരിച്ചില്ല എങ്കിൽ അടുത്ത പ്രക്ഷോഭ പരിപാടികൾ വരും ദിവസങ്ങളിലും ശക്തമായിട്ട് തന്നെ ഇതിന് തുടർച്ചയായിട്ട് ഇതിലെ ഒരൊറ്റ പ്രതിയെയും, ഞങ്ങളുടെ പ്രധാന ആവശ്യം ഈ കൊടു ക്രിമിനലായ ശിവപ്രസാദിനെ ഒന്നാം പ്രതിയാക്കി കേസെടുക്കണം. എള്ളുവിളയുള്ള അഭിനന്ദ, അവനാണ് ആനാർ വിനോദിന്റെ കൈ അടിച്ചൊടിച്ചത്. ആ അഭിനന്ദ ഗുണ്ടയെ SFIയുടെ യൂണിവേഴ്സിറ്റി സെന്ററിൽ ഇന്ന് അവിടെ ഒരു മാസമായിട്ട് ഈ കേരളത്തിലെ പല സ്ഥലത്ത് നടക്കുന്ന കൊട്ടേഷൻ സംഘങ്ങളുടെയും ക്രിമിനൽ സംഘങ്ങളുടെയും താവളമായിട്ട്, കേന്ദ്രമായിട്ട് നെയ്യാറ്റിങ്കര തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ മാറിയിരിക്കുകയാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ മുതിർന്ന പ്രവർത്തകൻ വിനോദിന് നേരെ കൊലപാതക ശ്രമം നടത്തിയിട്ട് ഇന്ന് ദിവസം 10-20 കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ ഒരൊറ്റ പ്രതിയെ പോലും അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു. അല്ലാതെ പോലീസിന്റെ തന്റേടവും അന്വേഷണം നടത്തി തന്റേടത്തോടുകൂടി അറസ്റ്റ് ചെയ്ത സംഭവമല്ല ഉണ്ടായിരിക്കുന്നത്. ഇതിലെ പ്രതികൾ ആരൊക്കെയാണ് എന്ന് നാട്ടിലുള്ള എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം. പട്ടാപ്പകലാണ് ഞങ്ങളുടെ വിനോദിന് നേരെ ആക്രമണം നടത്തിയത്. ആ വിനോദിനെ ആക്രമിക്കുന്ന സമയത്ത് നിരവധി ആൾക്കാർ അവിടെ കണ്ടുകൊണ്ടുവന്നു. വിനോദിന്റെ സഹോദരന്റെ വീട്ടിന്റെ മുമ്പിലിട്ടാണ് ആക്രമിക്കപ്പെട്ടത്. അതുപോലെ തന്നെ അവിടെ കളിക്കാൻ വന്നവരും അവിടെ നിന്നവരുമായിട്ടുള്ള നിരവധി ആൾക്കാർ അതിന്റെ ദൃക്സാക്ഷികളാണ്. ഇവിടുത്തെ പോലീസിന്റെ പക്കൽ ആരൊക്കെയാണ് പ്രതികൾ എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള വിവരമുണ്ട്. ആ പ്രതികൾ ഇന്ന് എവിടെയാണ് ഉള്ളത് എന്നതിനെ സംബന്ധിച്ച് പോലീസിനറിയാം. പക്ഷെ പോലീസ് അനങ്ങാപ്പറ നയമാണ് സ്വീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് പോലീസ് ആ നയം സ്വീകരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മിണ്ടാട്ടമില്ല. ഞങ്ങൾക്കറിയാം നിങ്ങൾ ആ നയം സ്വീകരിക്കുന്നത്. ഇവിടുത്തെ ആനാവൂർ നാഗപ്പൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ DYSPയും നിങ്ങളുടെ SPയും ഒക്കെ ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ ഗുണ്ടാ നേതാക്കന്മാരാണ്. ആ ലോക്കൽ ഗുണ്ടാ നേതാക്കന്മാർ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, RSSകാരെ ആക്രമിച്ചതിന്റെ പേരിൽ, വിനോദിനെ ആക്രമിച്ചതിന്റെ പേരിൽ ഒരുത്തനെ പോലും അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന തിട്ടൂരമാണ് ഇവിടുത്തെ പോലീസ് സംവിധാനത്തിന് നൽകിയിരിക്കുന്നത്. അങ്ങനെ പോലീസ് സംവിധാനം ആ തിട്ടൂരവും വാങ്ങിയിട്ട് സ്വച്ഛന്തമായിട്ടിരിക്കുകയാണ്. ഇത് അനുവദിക്കാൻ പോകുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പാറശാലയിലും വെള്ളറടയിലും അതോടൊപ്പം തന്നെ പാലിയോടും ആനാവൂരിലുമൊക്കെ സമാധാനം നിലനിൽക്കുന്നുവെങ്കിൽ RSSന്റെ ഒരു ജില്ലാ നേതാവിനെ ആക്രമിച്ചതിന് ശേഷവും കഴിഞ്ഞ 20 ദിവസമായിട്ട് ആനാവൂരിൽ സമാധാനം നിലനിൽക്കുന്നുവെങ്കിൽ എന്റെ പോലീസുകാരായ ഇവിടുത്തെ DYSPയോടും CIയോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അത് ഇവിടുത്തെ RSSും ഭാരതീയ ജനതാ പാർട്ടിയും നൽകിയ ഔദാര്യം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ ഔദാര്യം ഒന്ന് മാത്രമാണ്. തൊട്ടു മുമ്പ് പാലിയോട് പ്രദേശത്ത് പോലീസ് തയ്യാറായിരിക്കുന്നത്. പോലീസ് പ്രതികളെ സംരക്ഷിക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുന്നു. പോലീസ് കൂടെ ചേർന്ന് കൊലപാതകം നടത്തുന്ന
സംരക്ഷിക്കുന്ന പോലീസ് ഏമാന്മാർ വാണരുളുന്ന പ്രദേശമായി ഈ കേരളത്തിലെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പ് മാറിയിരിക്കുകയാണ്. ആ സ്ഥലത്ത് ഞങ്ങൾക്ക് പലതും ചെയ്യാൻ സാധിക്കും. ഞങ്ങൾ ചെയ്യാത്തത് ഔദാര്യമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയോട് ഞങ്ങൾ നൽകുന്ന ഔദാര്യമാണ്. ആ ഔദാര്യം അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. അതിവിടുത്തെ പോലീസ് അധികൃതരെ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിച്ചവരെ അറസ്റ്റ് ചെയ്യുക. ഞങ്ങൾക്ക് നീതി നൽകുക. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ഇതിനു വേണ്ടി ഞങ്ങൾ മറ്റൊരിടത്തേക്കും പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടുത്തെ പോലീസുകാരോട് പറയുന്നു, ഈ നീതിക്ക് വേണ്ടി പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നീതി ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഇനി ഞങ്ങൾ മറ്റൊരു പോലീസുകാരന്റെയും ആഫീസ് പടിക്കൽ പോയിട്ട് പ്രതിഷേധം നടത്താൻ ആഗ്രഹിക്കുന്നില്ല. പോലീസ് ഇനിയെങ്കിലും നീതി നടപ്പാക്കാൻ തയ്യാറാകണം. ഞങ്ങൾ അന്ത്യശാസനം നൽകുക. ഞങ്ങൾക്ക് ഇവിടെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം നിഷേധിക്കാൻ CPM-ന് അധികാരമില്ല, പോലീസിന് അധികാരമില്ല. ഞങ്ങൾ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഗവർണറോട് ആവശ്യപ്പെട്ടു, ഇവിടെ കേന്ദ്ര സർക്കാർ കേന്ദ്ര സേനയെ വിന്യസിക്കുന്നതിനെ സംബന്ധിച്ച് കണ്ണൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ കേന്ദ്ര സേനയെ വിന്യസിക്കുന്നതിനെ സംബന്ധിച്ച് ഗവർണറോട് ആവശ്യപ്പെട്ടു. ഗവർണർ അത് പഠിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. CPM എന്ന് പറയുന്ന പാർട്ടി ഒരു കാലത്ത് ഇന്ത്യയിൽ മുഴുവൻ ഉണ്ടായിരുന്ന പാർട്ടിയാണ്. 64 MP-മാരുണ്ടായിരുന്ന പാർട്ടിയാണ് ഇടതുപക്ഷം എന്ന് പറയുന്ന പാർട്ടി. ആ ഇടതുപക്ഷം എന്ന പാർട്ടിയെ ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ തൂത്തെറിഞ്ഞു, ഹിമാചലിൽ നിന്ന് ഞങ്ങൾ തൂത്തെറിഞ്ഞു, രാജസ്ഥാനിൽ നിന്ന് ഞങ്ങൾ തൂത്തെറിഞ്ഞു, മധ്യപ്രദേശിൽ നിന്ന് ഞങ്ങൾ തൂത്തെറിഞ്ഞു, തമിഴ്നാട്ടിൽ നിന്ന് ഞങ്ങൾ തൂത്തെറിഞ്ഞു, കർണാടകയിൽ നിന്ന് ഞങ്ങൾ തൂത്തെറിഞ്ഞു, ബോംബെയിൽ നിന്ന് ഞങ്ങൾ തൂത്തെറിഞ്ഞു. ഇപ്പോൾ ഇതാ കേരളത്തിന്റെ അറബിക്കടലിന്റെ ഓരത്ത് വന്ന് കിടക്കുകയാണ്. എങ്ങനെയാ ഞങ്ങൾ തൂത്തെറിഞ്ഞത്? നിങ്ങൾ നടത്തുന്നത് പോലെ കൊലപാതകം നടത്തിയിട്ടല്ല. CPM-ന്റെ ഒരു നേതാവിനെയും മധ്യപ്രദേശിലോ ഡൽഹിയിലോ പഞ്ചാബിലോ ഹിമാചൽ പ്രദേശിലോ RSS-കാരും BJP-കാരും കൊന്നിട്ടില്ല. ആരെയും ആക്രമിച്ചിട്ടില്ല. ആദർശം കൊണ്ടാണ് കമ്മ്യൂണിസത്തെ ഞങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തുനിന്ന് തൂത്തുമാറ്റിയത്. അതിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. പോലീസ് തയ്യാറായിരിക്കുന്നത്. പോലീസ് പ്രതികളെ സംരക്ഷിക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുന്നു. പോലീസ് കൂടെ ചേർന്ന് കൊലപാതകം നടത്തുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറുന്നു. പോലീസ് ബലാത്സംഗ വീരന്മാരെ സംരക്ഷിക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറുന്നു. പോലീസിന്റെ നേതൃത്വത്തിൽ സ്ത്രീ പീഡനം നടക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറുന്നു. പോലീസിന്റെ നേതൃത്വത്തിൽ ദളിത് പീഡനം നടക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറുന്നു. ഈ പീഡനത്തിന് നേതൃത്വം നൽകുന്നവരെ സംരക്ഷിക്കുന്ന സംവിധാനമായിട്ട് കേരളത്തിലെ അശോക ചക്രം ചൂടിയ നാണംകെട്ട പോലീസുകാരന്മാരെ അധപ്പതിക്കുന്നു. ഇത് മറ്റൊരു സംസ്ഥാനത്തും ലോകത്ത് ഒരിടത്തും കേട്ടുകേഴ്വിയില്ലാത്ത സംഭവമാണ്. ഇവിടുത്തെ പോലീസ് തന്നെ അരാജകത്വം സൃഷ്ടിക്കുന്ന പോലീസായിട്ട് മാറുന്നു, അധാർമികതയുടെ പോലീസായിട്ട് മാറുന്നു, അനീതിയുടെ പോലീസായിട്ട് മാറുന്നു. പോലീസ് എന്ന് പറയുന്ന സംവിധാനത്തെ മുഴുവൻ തന്നെ കൊഞ്ഞണം കുത്തിക്കാണിക്കുന്ന പോലീസ് ഏമാന്മാർ വാണരുളുന്ന പ്രദേശമായി ഈ കേരളത്തിലെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പ് മാറിയിരിക്കുകയാണ്. സംവിധാനം പരിപാലിക്കാൻ ഞങ്ങൾ നേതൃത്വം നൽകാൻ തയ്യാറാണ്. ഞങ്ങൾ സമീപനം പാലിക്കാൻ തയ്യാറാണ്. കൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള പാരമ്പര്യം അത് ഞങ്ങൾക്ക് മാത്രമുള്ള പാരമ്പര്യമാണ്. അതൊരു ആദർശത്തിന് വേണ്ടിയാണ്. ആ ആദർശത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഇത്തരത്തിലുള്ള പോലീസുകളും അതോടൊപ്പം തന്നെ ഭീഷണികളും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആക്രമണങ്ങളും ഒക്കെ ഏതു സമയത്തും തൃണവൽക്കരിക്കാൻ സാധിക്കും. സംവിധാനം പരിപാലിക്കാൻ ഞങ്ങൾ നേതൃത്വം നൽകാൻ തയ്യാറാണ്. ഞങ്ങൾ സമീപനം പാലിക്കാൻ തയ്യാറാണ്.